شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമയാണ്. 32 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 33 മുതലാണ് ഇൻഷാ അല്ലാഹ് ഇനി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 33 മുതൽ 35 വരെയുള്ള ആയത്തുകൾ, 3 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ വിഷയം മരണം, പുനർജന്മം ഒക്കെ നിഷേധിച്ചിരുന്ന, മരണപ്പെട്ടതിന് ശേഷം പുനർജന്മമുണ്ട് എന്ന് നിഷേധിച്ച് ഗർവോടെ നടന്നിരുന്ന ആളുകൾ, അവർ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിൽ എത്തിപ്പെട്ടപ്പോൾ കയ്യിലൊന്നും കാണുന്നില്ല. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ അടുക്കൽ ഈമാനില്ല, വിശ്വാസമില്ല, നിസ്കാരമില്ല, സൽക്കർമ്മങ്ങളില്ല. ആകെ നിഷേധം മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. അവിടെ ചെന്നിട്ട് അവൻ അന്തം വിടുകയാണ്. ആ ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 31-ൻ്റെയും 32-ൻ്റെയും അർത്ഥവും ആശയവുമായി നമ്മൾ പറഞ്ഞു വെച്ചത്. അബൂജഹലിനെ കുറിച്ചാണ് ഇത് പ്രത്യേകമായി ഇറങ്ങിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ പ്രത്യേകമായി അബൂജഹലിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല എന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇത് പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ കയ്യിലൊന്നുമില്ലാതെ കാണുന്ന ആ ഒരു അവസ്ഥ വളരെ ഭീതിദായകമാണ്. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇനിയും ആ സ്വഭാവത്തോട് ചേർത്ത് നിർത്തി, അതല്ലെങ്കിൽ എന്താണ് അവൻ ഇങ്ങനെ ആവാൻ കാരണം എന്നതിലേക്കൊരു സൂചനയാണ് 33-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല തരുന്നത്. വെറും പിന്തിരിയൽ അല്ലെങ്കിൽ നിഷേധം മാത്രമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. റബ്ബിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ നിഷേധം തന്നെയായിരുന്നു ദുന്യാവിലും അവൻ്റെ പരിപാടി. നിഷേധിച്ച് അവനെന്താ ചെയ്യുക? അവനങ്ങനെ ഗർവോടെ അഹന്തയോടെ വീട്ടിലേക്ക് തിരിച്ചു നടക്കും, വീട്ടുകാരുമായി അർമാദിക്കും. ഇതൊക്കെയാണ് അവൻ ദുന്യാവിൽ ചെയ്തിരുന്നത്. അതാണ് 33-ൽ പറയുന്നത്. ثم ذهب إلى أهله يتمطى. ഫലാ സ്വദ്ദഖ, അവൻ സത്യത്തിൽ വിശ്വസിച്ചിട്ട്, വലാ സ്വല്ല, നിസ്കരിച്ചിട്ടില്ല, വലാകിൻ, പക്ഷേ, കദ്ദബ, അവൻ സത്യം നിഷേധിക്കുകയാണ് ചെയ്തത്, വതവല്ല, പിന്തിരിയുകയുമാണ് ചെയ്തത്. പിന്നെയോ സുമ്മ, എന്നിട്ട് ദഹബ, അവൻ പോകുകയും ചെയ്തിരിക്കുന്നു, ഇല അഹ്ലിഹി, അവൻ്റെ സ്വന്തക്കാരിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരിലേക്ക്. എങ്ങനെ പോയി? യതമത്ത, ദുരഭിമാനം നടിച്ചുകൊണ്ട്, അഹന്തയും അഹങ്കാരവും നടിച്ചുകൊണ്ട്, പവർ നടിച്ചുകൊണ്ട് അവൻ അവൻ്റെ സ്വന്തക്കാരിലേക്ക് നടന്നു പോവുകയും ചെയ്തു. ദുന്യാവിൽ നിഷേധിയാണ്, ധിക്കാരിയാണ്, അതല്ലെങ്കിൽ പിന്തിരിഞ്ഞ് കളയവനാണെന്നൊക്കെ ശരി. അതിനോട് കൂടെ ഇവന് ഗർവവുമുണ്ട്, അഹങ്കാരവുമുണ്ട്. നടത്തത്തിലും വീഴ്ത്തത്തിലും പോക്കിലും വരവിലും അങ്ങനെ അർമാദിച്ച് കുടുംബക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ കിബിറ് നടിച്ചിട്ട് ഞാനാരിപ്പോൾ ഞാനാരാ മോനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു സ്വഭാവമല്ലേ ആണ് യതമത്ത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ വിശ്വസിക്കാതെ, നിസ്കരിക്കാതെ, പിന്നെ അവൻ ആകെ ചെയ്തത് നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും അഹങ്കാരം നടിച്ച് സ്വന്തക്കാരിലേക്ക് നടന്നു പോവുകയും ചെയ്തു. ഇതാണ് അവൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടു കൂടി ജീവിച്ചു എന്നർത്ഥം. യതമത്ത എന്ന് പറഞ്ഞാൽ യതബഖ്തറു ഫീ മിശ്യതിഹി എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. നടത്തത്തിൽ ഒരു അഹങ്കാരം ഉണ്ടാവുക. യതബഖ്തറു ഫീ മിശ്യതിഹി അങ്ങനെ ഇഫ്തിഖാറൻ ബിദാലിക, അതിലൊരു പവർ നടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു അഭിമാനം. ഒരു അഭിമാനമല്ല, ദുരഭിമാനം എന്ന് പറയാം. അഹങ്കാരം, ഒരു അഹന്ത അല്ലേ? മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. യതമത്ത, ഇവിടെ കിബർ നടിച്ചുകൊണ്ട് നടക്കുക എന്ന ആ ഒരു വിശേഷണത്തെയാണ് അല്ലാഹു തആല ആക്ഷേപിച്ചത്.
അത് ഈ സത്യനിഷേധികൾക്ക് പൊതുവേ ഉണ്ടാകും. പക്ഷേ അതിൽ തന്നെ ചില ആളുകൾക്ക് അബൂജഹലിനെ പോലെയുള്ള ചില പ്രത്യേക ആളുകൾക്ക് കുറിച്ച് കൂടുതലുണ്ടാവും. സാധാരണ കാഫിര്യങ്ങളുണ്ടാവും, അവരങ്ങനെ കുഫറിലായി അങ്ങനെ അപ്പുറോ എന്നെ കൊണ്ട് ആർക്കും ശല്യം വേണ്ട എന്നിടയ്ക്ക് ജീവിക്കുന്ന ആളുകളുണ്ടാവും, അതൊക്കെ. അതല്ലാതെ കിബ്രന്മാരായ അബൂജഹലിനെ പോലെയുള്ള ചില ആളുകൾ, അവരൊക്കെയാണ് ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ഈ യത്തമത്ത എന്നുള്ളത് മത്വ എന്ന പദത്തിൽ നിന്ന് പോകുന്നതാണ്. മത്വ എന്ന അറബിയിൽ പറഞ്ഞാൽ ലഹ്റ് എന്നാണ് അർത്ഥം, പുറംഭാഗല്ലേ മത്വ. അപ്പോൾ യത്തമത്ത എന്ന് പറഞ്ഞാൽ എൽവി മത്താഹു തബഖ്തുറൻ, അഹങ്കാരവും കിബ്റും നടിച്ചിട്ട് പുറം തിരിഞ്ഞ് നടക്കാന്ന് നമ്മൾ പറയില്ലേ. ഓനെ പുറം തിരിഞ്ഞിട്ട് ഓനൊരു നടന്നു പോയി എന്ന് പറയില്ല, അതന്നെ. മത്ത എന്ന് പറഞ്ഞാൽ ലഹ്റ് എന്നാണ് അർത്ഥം. ആ ഒരു പദത്തിൽ നിന്നാണ് യത്തമത്ത എന്നുള്ള പദം ഉണ്ടായത്. ആട്ടെ, അപ്പോൾ സത്യവിശ്വാസം തള്ളിക്കളഞ്ഞതിൽ അല്ലെങ്കിൽ സത്യവിശ്വാസത്തെ നിഷേധിച്ചതിൽ അതൊരു അഭിമാനമായി കാണും. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഞാനും മുസ്ലിം ആവാനൊന്നുമില്ല, ഞാനും മുഹമ്മദിനെതിരിടുന്ന ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആ ഒരു നിഷേധത്തിൽ ഒരു അഹങ്കാരം, ആ അഹങ്കാരം കാണിച്ച് ആണ് കുടുംബത്തിലേക്ക് നടന്നുപോയി, അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പോയി. ഞാൻ വലിയ ആളാണ്, ഇന്നൊന്നും അതിന് കിട്ടൂല അങ്ങനെ പറയില്ല നമ്മൾ. ഇന്നല്ല ഇപ്പം അതിന് കിട്ടുക, എന്താ എൻ്റെ വിചാരം? അതൊക്കെ വലിയ കിബറിൻ്റെ വർത്താനാണ്. പ്രത്യേകിച്ച് സത്യത്തിൽ നിഷേധിക്കുന്ന ആളുകൾക്ക് അവർ ആ നിഷേധത്തിൽ ഒരു കിബർ കാണിച്ചിട്ട് പിന്നെ ആ ഒരു കിബർ അവരുടെ ശരീരഭാഷയിലും നടത്തത്തിലും പ്രവർത്തനത്തിലും അവരുടെ ആംഗ്യത്തിലും അവരുടെ സംസാരങ്ങളിലും അവരുടെ സ്വഭാവത്തിലൊക്കെ പ്രകടമാകും. ഈ കിബർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു ചാടുമെന്നാണ്. അതാർക്കും അടക്കി വെക്കാൻ കഴിയില്ല പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് തീരെ കൊണ്ടു നടക്കരുതെന്ന് പറയാൻ കാരണം. അബൂജഹലാണ് ഇവിടെ പ്രഥമമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചത് വലിയ കേമത്തമായി കണ്ടിരുന്ന ആളാണ് അബൂജഹൽ. എന്ന് പറഞ്ഞാൽ സത്യനിഷേധം വലിയ യോഗ്യതയായി കണ്ടു. അതൊരു യോഗ്യതയായി കണ്ടിട്ട് സത്യത്തിന്റെ എതിർചേരിയിൽ സ്ഥാനമുറപ്പിക്കുക, അങ്ങനത്തെ ചില അല്പന്മാർ അന്നുണ്ട് ഇന്നുണ്ട്. ഇന്നത് എമ്പാടും കാണുന്നുണ്ട് അല്ലേ. സത്യത്തിന്റെ എതിരെ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് വലിയ മാർക്കറ്റ്, ഒരു വലിയ കേമന്മാർ അല്ലേ, അവർ ഭയങ്കര എന്താണ് പറയുക സെക്യുലറിസ്റ്റുകൾ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ തന്നെയാണല്ലോ സുബ്ഹാനല്ലാഹ്. അപ്പോൾ സത്യത്തിന്റെ എതിർചേരിയിൽ നിൽക്കുക എന്നത് യോഗ്യതയായി കാണുന്ന ആളുകൾക്കൊക്കെ ഉള്ള താക്കീതാണ് ഈ ആയത്ത്. സുമ്മദഹബ ഇലാ അഹ്ലിഹി യതമത്ത. അപ്പോൾ അതിന് നമ്മൾ നിൽക്കണ്ട, നമ്മൾ സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുക. അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി, അല്ലാത്തതൊക്കെ കിബ്റാണ് എന്നാണ് അല്ലാഹു പറഞ്ഞു വരുന്നത്. സാന്ദർഭികമായി നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം അതാണ്. നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളിലും ഇത്തരം ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ഞാൻ തിരക്കടില്ല, ഞാൻ ഉഷാറാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നിന്നാൽ അതാണൊരു യോഗ്യത. അത് ചിലപ്പോൾ ബാത്തിലിൻ്റെ ഭാഗമായിരിക്കും, പക്ഷെ അത് ചെയ്യരുത്. അല്ലെ വേറെ ആരുടെയെങ്കിലും തൃപ്തിയോ അതല്ലെങ്കിൽ മറുപടിയോ അതല്ലെങ്കിൽ അവരുടെ പരിഗണനയോ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എതിർ കക്ഷിയുടെ കൂടെ താൽക്കാലികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടെ, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഉദാഹരണങ്ങളൊക്കെ കുറേ പറയാനുണ്ട്, നിങ്ങൾ ഓരോന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെയാണോ ഹക്കുള്ളത് ആ ഹക്കിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. അതല്ലാത്തതൊക്കെ ബാത്തിലിൻ്റെ സൈഡാണ്. അല്ലാത്തടത്ത് നിന്നാലൊക്കെ അത് കിബറിൻ്റെ ഭാഗമായിട്ട് വരും. അതൊരു കേമത്തരമായി പരിഗണിച്ചിട്ട് അതിനനുസരിച്ച് പിന്നാലെ പോവുക എന്നത് ചെയ്യാൻ പാടില്ല. ബാത്തിൽ കേമത്തരാവില്ല ഒരിക്കലും, അത് നമുക്ക് തോന്നുകയാണ്. ബാത്തിൽ ഒരിക്കലും കേമമാവൂല, അല്ലെങ്കിൽ സത്യം നിഷേധിക്കുന്നത് ഒരിക്കലും കേമമാവൂല. അതേപോലെ തന്നെ നമ്മുടെ നടത്തം നമ്മൾ ക്ലിയർ ആക്കണം. നമ്മുടെ നടത്തം യതമത്ത എന്നത് ഞാൻ പറഞ്ഞല്ല, നടത്തത്തിലൊരു അഹങ്കാരം കാണിക്കുക. കാരണം ഇപ്പോൾ അഹങ്കാരം പുറത്തേക്ക് വരൽ പല കോലത്തിലാണ്. ചിലപ്പോൾ വാക്കിലൂടെ വരും. അത് ഏറ്റവും കൂടുതൽ പ്രകടമായി പുറത്തേക്ക് വരുന്നത് നടത്തത്തിലൂടെയാണ്. കാരണം നടത്തം ഒരാളിങ്ങനെ നടന്നു വരുന്ന കണ്ടാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ ചില ആളുകൾക്ക് പിടുത്തം കിട്ടും അല്ലേ. അങ്ങനെ ഉണ്ടാവും, സംസാരത്തിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും, പിന്നെ സ്വഭാവങ്ങളിലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. നടത്തത്തിലും ഉണ്ടാവാം. നടത്തത്തിൽ പെട്ടെന്ന് നമുക്ക് പ്രകടമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടത്തം ക്ലിയർ ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തമൊക്കെ അല്ലേ, തല ഇങ്ങനെ താഴ്ത്തിയിട്ട് ഭൂമിയെ വേദനിപ്പിക്കാതെ വളരെ ശാന്തമായി ഒരു കിബറോ ഒന്നുമില്ലാതെ വളരെ ശാന്തസുന്ദരമായി നടന്നൊഴുകുന്ന രൂപത്തിലായിരുന്നു ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തം. നമ്മളത് നടത്തം ശരിയാക്കണം. കിബറിൽ ലവലേശം പോലും വരാൻ പാടില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്. ഏതെങ്കിലും തരത്തിലാണ് മണിത്തൂക്കം കിബർ മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നല്ലേ. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിരിൻ. മിസ്ഖാലു ദർറ മണിത്തൂക്കം കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കൂല. അപ്പം കിബർ വലിയ വിഷയമാണെന്ന്. ഇത് ഞാൻ മുമ്പ് പലപ്പോഴും പറയാറുള്ളത് പോലെ അരിച്ചരിച്ച് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സംഗതിയാണ് ഈ കിബർ.
നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇങ്ങനെ ഉള്ളിക്കണ് കയറി വരും. അപ്പോൾ അത് നല്ലോണം ജാഗരൂകരായിരിക്കണം നമ്മൾ. ഞാൻ തർക്കമില്ല എന്ന് അതന്നെ വലിയൊരു കിബറിൻ്റെ ഒരു അടയാളം. ഞാൻ തർക്കമില്ല എന്ന് തോന്നുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് ഉടനെ പറയുക. അത്തരം ചിന്തകൾ വരുമ്പോൾ അത് ഉടനെ മാറ്റാനുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ആണ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വർഗം നന്മയുടെ പൂങ്കാവനമാണെന്ന് പറയാം. സ്വർഗം അവിടെ വെറും നന്മയാണ്. അവിടെ ഈ അഹങ്കാരം എന്ന തിന്മയുടെ അംശം പേറി നടക്കുന്ന ആൾ അവിടെ വരണ്ട. അതാണ് സ്വർഗത്തിലേക്ക് അയാൾ കടക്കുകയില്ല എന്ന് പറയാൻ കാരണം. മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ എന്ന ഈ ഒരു മഹാസാധനല്ലേ, നമുക്ക് നമ്മളെ തന്നെ ചിലപ്പം കൂടെ ബഹുമാനം കൊണ്ട് നമ്മളെ തന്നെ ഏറ്റിയപ്പം തൂര. അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ബഹുമാനിക്കുന്ന ആളുകൾ. വേറുള്ള ആൾക്കാരെ ബഹുമാനിക്കാൻ നമുക്കറിയില്ല, അല്ലെങ്കിൽ അറിയാം. നമ്മൾ ചിലപ്പോൾ അതിനെന്താണ് പറയുക, നമ്മളെ മനസ്സിനെ സമ്മതിക്കില്ല, നമ്മളെ കിബറിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഭയങ്കര ബഹുമാനപ്പെട്ട ഞാൻ അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ ഭയങ്കരാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ അഹങ്കാരം മുളപൊട്ടുന്നത് എന്നാണ്. ഇവിടെ രണ്ട് ചീത്ത വിചാരങ്ങളാണ് ഒരേ സമയം ഉണ്ടാവുന്നത്. എന്താണത്? രണ്ട് ചീത്ത വിചാരം. ഒന്ന്, ഞാൻ എന്ന ഒരു ബോധം, ഒരു അഹംബോധം എന്നൊക്കെ പറയാം. ഞാൻ. രണ്ട്, മറ്റാൾ മഹാമോശമാണ്. അപ്പം ഞാൻ ഉഷാറാണ് എന്ന ഒരു ചിന്തയും മറ്റാളുകളൊക്കെ മോശമാണ് എന്നൊരു ചിന്തയും, ഈ രണ്ടെണ്ണം ഒരേ സമയം ഈ ഒരു ചിന്താഗതിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് അപകടകരമാണ്. വേറുള്ള ആളുകളൊക്കെ മോശമാണ് എന്ന് ചിന്തിക്കാൻ ആരെ നമുക്ക് അധികാരം തന്നത്? ഞാൻ മാത്രമേ ഉഷാറുള്ളൂ എന്ന്. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്കങ്ങനെ തോന്നും. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞതാ നല്ലപ്പോൾ ശരി, ഓൻ പറഞ്ഞത് ഓനൊക്കെ എന്താ, യാ അല്ലാ, അങ്ങനെ മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിലങ്ങനെ ചിന്ത വരാൻ പാടില്ല. അല്ലാഹ് നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. അത് വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നടത്തത്തിലൂടെ ഒന്നും പ്രകടമാക്കാനും പാടില്ല. പ്രത്യേകിച്ച് നടത്തത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാന്ദർഭികമായി പറയണം കേട്ടോ. വദഹബ ഇലാ അഹ്ലിഹി യതമത്ത എന്ന സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യതമത്ത, ആ ആയത്തിലെ യതമത്ത എന്ന ആ ഭാഗത്തെ വിശദീകരിച്ചാണ് നമ്മൾ പറയുന്നത്. നടത്തത്തിൻ്റെ രീതിയിൽ അഹങ്കാരം. ഏതായാലും മനുഷ്യൻ്റെ നടത്തം എങ്ങനെയാകണമെന്നും അല്ലാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൃത്യമായി ഹദീസുകളിലും ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആല അത് കൃത്യമായി ആയത്തിലൂടെ തന്നെ അത് പറയണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുമല്ലോ. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പോലെയുള്ള ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളുടെ വിശദാംശങ്ങൾ കൂടുതൽ വിവരിച്ചിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആൻ ഇവയൊക്കെ നിർബന്ധമാക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ്റെ നടത്തം എങ്ങനെയാവണം എന്ന് വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിരുന്നു. നമ്മൾ ആ ഭാഗം പോയിന്റ് കൃത്യമായി മനസ്സിലാക്കണം. നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിലുണ്ട്, ശരി. സക്കാത്തിനെ കുറിച്ചുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്. ഇതൊക്കെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു പോകുക എന്നല്ലാതെ കൂടുതൽ വിശദീകരിച്ചിട്ടൊന്നുമില്ലാതൊന്നും. അതൊക്കെ പിന്നെ ഹദീസുകളിലൂടെ മറ്റുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? നിസ്കാരം 5 വക്താണ് എന്നത് തന്നെ പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയപ്പെട്ടിട്ടില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ല. മുഫസ്സിരീങ്ങൾ ഗവേഷണം ചെയ്തെടുത്തതാണ് പല ആയത്തുകളും പഠിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ സംഗതികൾ വിശദമായി വിവരിച്ചിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആനിൽ നടത്തം, ഒരു മനുഷ്യന്റെ നടത്തം എങ്ങനെയായിരിക്കണം എന്ന് ഇതൊക്കെ ഈ പറയപ്പെട്ട ആരാധനകളൊക്കെ നിർബന്ധമാക്കുന്നതിന് മുമ്പേ അല്ലാഹു തആല പറഞ്ഞു. എന്തായതിനർത്ഥം? അത്രയും പ്രാധാന്യം നടത്തത്തിനുണ്ട്. കാരണം അഹങ്കാരം വല്ലാതെ പ്രകടമാകുന്ന പ്രവൃത്തികളിൽ ഒന്നാണ് നടത്തത്തിലെ രീതി എന്നത്. അഹങ്കാരങ്ങൾ പുറത്തേക്ക് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നടത്തത്തിലെ രീതി എന്നത് അത്രയും പ്രധാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആ ഒരു ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ ആ ഒരു ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.